എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് നമ്മുടെ ആൾക്കാര് ഇപ്പൊ ആ ഫിഷിന്റെ മുകളില് നല്ല ഹായ് ആയിട്ട് റൈഡ് ചെയ്ത് പോവാണ്. നാമിയാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയി ഇരുന്ന് ആ മാപ്പ് അത് ചെക്ക് ചെയ്യും. നാമി വണ്ടർ അടിച്ചു പറയും, ഓ മൈ ഗോഡ്, ഈ സിറ്റി മുഴുവൻ കാനോൺ ബോൾസ് ഉപയോഗിച്ചാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആൾക്കാര് ആ സിറ്റിയുടെ ഭംഗിയൊക്കെ കണ്ട് റെസിഡൻഷ്യൽ ഏരിയയിലൂടെ മുൻപോട്ട് പോകും. നമ്മുടെ ആൾക്കാരെ കണ്ട് അവിടെയുള്ള ജനങ്ങള് ഓരോരോ ചോദ്യങ്ങള് ചോദിച്ചു കൊണ്ടേയിരിക്കും. ഏതോ ഒരു ചെക്കൻ ഇപ്പൊ നാമിയെ കമന്റ് അടിക്കും. ഉടനെ അവള് തിരിഞ്ഞു നോക്കും. ആ സമയത്ത് ആ ചെക്കന്റെ വൈഫ് അവനെ പിടിച്ചു വലിച്ച് ആഞ്ഞെട്ടിക്കും. എന്നിട്ട് നമ്മുടെ ആൾക്കാരോട്, കുഴപ്പമൊന്നുമില്ല, ഇവനെ ഞാൻ ശരിയാക്കിക്കോളാം, നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇവിടെ മുഴുവൻ ചുറ്റിക്കാണെന്ന് പറയും. അങ്ങനെ നമ്മുടെ ആൾക്കാര് എൻജോയ് ചെയ്ത് പോയി ഇപ്പോ രണ്ട് വഴിയുടെ മുൻപില് വന്നങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കും. നാമി പറയും, നമുക്ക് പോവേണ്ടത് റൈറ്റിലേക്കാണ്. പക്ഷെ ആ ഫിഷുകളാണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് ലെഫ്റ്റ് കയറി മുകളിലേക്ക് പോകും. ലൂഫിക്കാണെങ്കിൽ ആ ഫിഷുകള് അവറ്റകള് ഫ്ലോയ്ക്കെതിരെ അങ്ങനെ സ്പീഡിൽ നീന്തുന്ന കാണുമ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടാവും. നാമി വീണ്ടും വീണ്ടും പറയും, അയ്യോ അല്ല, നമുക്ക് പോവേണ്ടത് ആ ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്കാണ്. ഇതിപ്പോ തെറ്റായ വഴിയിലൂടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു കൊണ്ടേയിരിക്കും. പക്ഷെ ലൂഫി അവൻ പറയും, നീ അതൊന്നും കാര്യാക്കണ്ട, ഈ ഒരു ട്രിപ്പ് അത് നീ എൻജോയ് ചെയ്യ്. അങ്ങനെ പറഞ്ഞ് അവരിപ്പോ ആ കയറ്റത്തിന്റെ തൊട്ട് മുകളിലെത്തും. എന്നിട്ട് താഴേക്ക് വമ്പ സ്പീഡില് കൊത്തനെ ഇറങ്ങും. ഉസോപ്പും നാമിയും അവർ രണ്ടുപേരും നിലവിളിക്കും. ലൂഫിക്കാണെങ്കിൽ അവന്റെ സന്തോഷം അത് മറച്ചു വെക്കാനാവില്ല. അവൻ യാഹൂ എന്നൊക്കെ ഒച്ച വെച്ച് നല്ല രീതിക്ക് എൻജോയ് ചെയ്യും. അടുത്ത സെക്കൻഡ് അത് താഴെ പോയി അടിച്ചു പതിക്കും. ക്ലിക്ക് ക്ലിക്ക്. നാമി ആണെങ്കില് കലി കയറും. നാമി ആണെങ്കില് അവര് വന്ന സ്ഥലം അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. അത് അവർക്ക് പോവേണ്ട ആ ഷോപ്പിംഗ് ഡിസ്ട്രിക്ട് തന്നെയാണ്. ആക്ച്വലി ആ ഫിഷുകള് നമ്മുടെ ആൾക്കാർക്ക് ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് കൊടുക്കാനാണ് ഈ ഷോർട്ട് കട്ട് വഴി വെള്ളത്തിലൂടെ ചാടി വന്നത്. അത് തിരിച്ചറിയാതെ നാമി ആ പാവം ഫിഷിന്റെ തലയ്ക്ക് ആഞ്ഞടിച്ചുപോയി. ആ സിറ്റിയിലാണെങ്കിൽ ഇപ്പൊ കച്ചവടം പൊടിച്ചോണ്ടിരിക്കുകയാണ്. നാമിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നും. അവളിപ്പോ ആ ഫിഷിനോട് പറയും, ഐ എം സോറി, നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്റെ തലയിൽ അടിച്ചത്. അപ്പോഴായിരിക്കും വലിയൊരു ബുൾ ഫിഷ് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ നേരെ വരിക. ആക്ച്വലി അതും ഒരു റൈഡർ ഫിഷ് ആണ്. ഉസോപ്പ് ആണെങ്കിൽ അതിനെ കണ്ട് ഞെട്ടി വാ പൊളിച്ച് അങ്ങനെ നോക്കി നിൽക്കും. ഇവിടെ ലൂഫി ആണെങ്കിൽ മറ്റൊരു ഭാഗത്ത് ചില പെൺകുട്ടികളൊക്കെ മേക്കപ്പ് ഒക്കെ ഇട്ട് സെറ്റപ്പായി എവിടേക്ക് പോകുന്നത് കാണും. അതിന്റെ തൊട്ടടുത്തായി ഇപ്പൊ ഒരുപാട് ഹോട്ടൽസ് ഒക്കെ ലൂഫി കാണും. അവിടെയാണെങ്കിൽ നല്ല അടിപൊളി ഫുഡൊക്കെ അവര് കുക്ക് ചെയ്യാണ്. ലൂഫി പറയും, ഫിഷ്, എനിക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോണം, എന്നെ ഒന്ന് അവിടേക്ക് കൊണ്ടുപോവോ? അത് കേൾക്കേണ്ട താമസം ആ ഒരു ഫിഷ് അതങ്ങനെ കുതിച്ചു പായും. ലൂഫിക്ക് മാത്രമല്ല ആ ഫിഷിനും ആ ഫുഡൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ലൂഫി ആണെങ്കിൽ ഷോപ്പിലെത്തി 10 പീസ് വാങ്ങിക്കും. എന്നിട്ട് അതിൽ ഒറ്റൊരെണ്ണം മാത്രം ആ ഫിഷിന് കൊടുക്കും. ബാക്കിയുള്ള 9 പീസും അവൻ അടിച്ചു തിന്നും. ഉസോപ്പ് ചോദിക്കും, അതിന് അത്രയ്ക്ക് ടേസ്റ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു 2 പീസ് എനിക്ക് തരോ? അതിന് ലൂഫി പറയും, പോയി പണി നോക്ക്, നിനക്ക് വേണമെങ്കിൽ നീ പോയി വാങ്ങിച്ചു തിന്ന്. അതേസമയം നാമി അവളാണെങ്കിൽ ആ മാസ്ക് ഇട്ട ആൾക്കാരെ നോക്കി നിൽക്കും. എന്തുകൊണ്ടായിരിക്കാം ഇവര് മാസ്ക് ഇട്ട് നിൽക്കുന്നത് എന്നവള് കാര്യമായിട്ട് ചിന്തിക്കും. അപ്പോഴായിരിക്കും ആരൊക്കെയോ വിളിച്ചു പറയുന്നത് അവള് കേൾക്കുക. ഡോക്ക് 1 ഏതൊക്കെയോ പൈററ്റ്സ് വന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോവാന്ന് പറഞ്ഞ് ഒരുപാട് പേര് അവിടേക്ക് പോകും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് പൈററ്റ്സിന്റെ അറ്റാക്ക് നടക്കുന്ന ആ ഒരു സ്ഥലം കാണിക്കും. അവിടെ കുറച്ചു പേര് ചേർന്ന് അവരുടെ പൈററ്റ് കപ്പല് അത് റിപ്പയർ ചെയ്തതിനു ശേഷം പണം കൊടുക്കാതെ മെക്കാനിക്കുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും 2 പേര് അവിടേക്ക് കടന്നു വരിക. അവർ 2 പേരും അവിടേക്ക് വന്ന് അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ അതെന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് ചോദിച്ചു മനസ്സിലാക്കും. ഉടനെ അടുത്ത സെക്കൻഡ് വലിയൊരു കട്ട വന്ന് ആ വില്ലൻ പൈററ്റിന്റെ തലയില് ആഞ്ഞടിക്കും. നല്ലൊരു അടി കെട്ടി അവൻ അങ്ങനെ കറങ്ങി നിലത്ത് വീഴും. അതിനുശേഷം വേറൊരുത്തൻ അവൻ അവിടേക്ക് ചാടി വന്ന് ആ പൈററ്റ് ടീമിലെ മെമ്പേഴ്സിനെ അവരെ എല്ലാവരെയും അറഞ്ചം പുറഞ്ചം തല്ലി ഓരോ ഭാഗത്തേക്ക് വലിച്ചെറിയും. ബാക്കിയുള്ള പൈററ്റ്സിനെ അവര് കാനോൺ ബോൾസ് ഉപയോഗിച്ച് അടിച്ചു തെറിപ്പിക്കും. ആ കാഴ്ച കണ്ട് ബാക്കിയുള്ള പൈററ്റ്സ് പേടിച്ച് ഫ്രീസായിട്ട് അത് നോക്കി നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നാമിയെ കാണിക്കും. അവളാണെങ്കിൽ ആ മാപ്പ് മുഴുവൻ ചെക്ക് ചെയ്ത് നമ്മുടെ ആൾക്കാരോട് പറയും, ഷോപ്പിംഗ് സിറ്റി അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ട്രിപ്പ് ബിൽഡ് ചെയ്യുന്ന ആ ഒരു സിറ്റിയിലേക്കാണ്
നമുക്ക് പോവേണ്ടത്. അതിന് നമുക്ക് മുകളിൽ കാണുന്ന ആ ഒരു എലവേറ്റർ അത് യൂസ് ചെയ്യണം. അവളത് പറയുമ്പോഴേക്കും വേറൊരു പെൺകുട്ടി അവള് ദൂരത്തായി ഇപ്പൊ വിളിച്ചു പറയും, ഷിപ്പ് ബിൽഡിംഗ് സിറ്റിയിലേക്ക് പോകേണ്ട എല്ലാ ആൾക്കാരും ഈ ഒരു എലവേറ്ററിലേക്ക് എത്രയും പെട്ടെന്ന് കയറേണ്ടതാണ്. ഉടനെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ ആ ഒരു ഗേറ്റ് വഴി അകത്തേക്ക് പ്രവേശിക്കും. എല്ലാവരും അകത്ത് കടന്നു എന്ന് ഉറപ്പാവുമ്പോ ആ ഒരു ഗേറ്റ് അത് താനെ അടഞ്ഞ് അവരുടെ ഓപ്പോസിറ്റ് സൈഡ് വാട്ടർ ലെവൽ അത് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ആ ഒരു പവറിലായിരിക്കും ഇവരുടെ എല്ലാവരുടെയും ബോട്ടുകളും കപ്പലുകളും ഒക്കെ മുൻപോട്ട് നീങ്ങുക. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ കപ്പലിലുള്ള സാഞ്ചിയെയും സോറോ കാണിക്കും. സാഞ്ചി ചോദിക്കും, സോറോ നീ റോബിനെ കണ്ടോ? അതിന് സോറോ പറയും, റോബിനും ചോപ്പറും അവർ രണ്ടുപേരും എന്തൊക്കെയോ പർച്ചേസ് ചെയ്യാൻ പുറത്തേക്ക് പോയി. അത് കേട്ട് നമ്മുടെ സാഞ്ചി അവൻ ഷോക്കാവും. എങ്ങനെയെങ്കിലും റോബിന്റെ അടുത്തേക്ക് പോണെന്ന് പറഞ്ഞ് സാഞ്ചി അവൻ വീണ്ടും സോറയോട് പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ഗ്രോസറി വാങ്ങണം, ഞാൻ പുറത്തേക്ക് പോവാണ്, അതുകൊണ്ട് നീ വേണം കപ്പലിന് കാവലിരിക്കാൻ. അത് കേട്ട് സോറോ അവനോട് മറുപടി ഒന്നും പറയില്ല. അതേസമയം ഇവിടെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ ആ ഒരു ഷിപ്പ് യാർഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇതാണ് വേൾഡിൽ വെച്ച് നമ്പർ 1 ഷിപ്പ് യാർഡ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അവരുടെ സന്തോഷവും ആങ്സൈറ്റിയും അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. കണ്ണ് ചിമ്മാതെ അവിടെ മുഴുവൻ നോക്കി നിൽക്കും. നമ്മുടെ ആൾക്കാരെ എല്ലാവരും അട്രാക്ട് ചെയ്യുക ദൂരെ കാണുന്ന ആ ഒരു ഫൗണ്ടെയിൻ ആണ്. ഇത്രയും വലിയൊരു ഐലാൻഡില് ഇത്രയും നല്ലൊരു ഷിപ്പ് യാർഡ് കണ്ടതില് നമ്മുടെ ആൾക്കാർ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോഴായിരിക്കും മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാര് വലിയൊരു ജനക്കൂട്ടം കാണുക. അത് മറ്റൊന്നുമല്ല, മുൻപ് കണ്ട ആ പൈററ്റ്സ് ടീമിനെ അവരെ തല്ലിക്കൊന്ന് അവിടുന്ന് തൂക്കി എടുത്തോണ്ട് പോകുന്ന സീനാണ്. ലൂഫി അവിടേക്ക് ഓടിപ്പോയി ഇപ്പൊ കാര്യം അന്വേഷിക്കും. അപ്പോ ഒരാള് വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യവും അവന് പറഞ്ഞു കൊടുക്കും. കുറച്ച് പൈററ്റ്സ് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി. നമ്മുടെ ആൾക്കാരുടെ പവർ അവർ ശരിക്കും അറിഞ്ഞു. ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും ചേർന്ന് അവരെ പഞ്ഞിക്കിട്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്ന സീനാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഷിപ്പ് റിപ്പയർ ചെയ്യുന്ന എല്ലാവരും വളരെ പവർഫുൾ ആണ്. ആരും അവരുടെ മുൻപില് ഒരു കളിയും കളിക്കില്ല. ഒസോപ്പ് ആണെങ്കില് ഒരുപാട് നേരം ആ ഗോൾഡ് പിടിച്ചു നിന്ന് ഇപ്പൊ താഴെ വീഴും. അത് കണ്ട് നാമി പറയും, നമ്മൾ ഇനിയും ഈ ഗോൾഡും പിടിച്ച് ഇതുവഴി കറങ്ങി നടക്കുന്നത് തീരെ ശരിയല്ല. എത്രയും പെട്ടെന്ന് ഈ ഗോൾഡ് മുഴുവൻ ക്യാഷാക്കി മാറ്റണം എന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നു പോവും. കട്ട് ചെയ്ത റോബിൻ അവളാണെങ്കില് ചോപ്പറിനെയും കൂട്ടി ആ ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റിൽ കൂടെ അങ്ങനെ നടക്കുകയാണ്. ചോപ്പറിനാണെങ്കിൽ മാസ്ക് ഇട്ട മനുഷ്യരെ കണ്ട് കുറച്ച് പേടി തോന്നും. അതേസമയം ഒരുപാട് ആൾക്കാര് റോബിനെ നോക്കി അങ്ങനെ പഞ്ചാര അടിക്കുകയാണ്. പക്ഷെ റോബിൻ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യില്ല. റോബിൻ ചോപ്പറിനോട് പറയും, ഇവർ ഈ മാസ്ക് ഒക്കെ ധരിക്കുന്നത് ഇവിടെ ഒരു കാർണിവൽ നടക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കാനാണ്. ചോപ്പർ ആണെങ്കിൽ ഇപ്പൊ ദൂരത്തായിട്ട് ഒരു ബുക്ക് ഷോപ്പ് കാണും. അവൻ അവിടേക്ക് ഓടും. ആ സമയത്ത് മാസ്ക് ഇട്ട ഏതോ ഒരുത്തൻ റോബിനെ പാസ് ചെയ്തു പോവും. അവൻ ഒരേ ഒരു കാര്യം അവളോട് പറയും, CP9. റോബിനാണെങ്കിൽ അത് കേട്ട് സ്റ്റണ്ണാവും. അവൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആൾ അവിടുന്ന് എസ്കേപ്പ് ആയിരിക്കും. അതേസമയം ചോപ്പർ അവന്റെ ബോഡിയൊക്കെ വലുതാക്കി ആ ലൈബ്രറിയില് അങ്ങനെ കയറി നടക്കുകയാണ്. ചോപ്പർ കുറച്ചു നേരം അവിടെയുള്ള ബുക്കൊക്കെ നോക്കുമ്പോഴായിരിക്കും റോബിനെ കാണുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അവൻ പുറത്തേക്ക് ഓടി വന്ന് റോബിൻ റോബിൻ എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അവിടെ എവിടെയും അവളുടെ നിഴല് പോലും ഇല്ല. കട്ട് ചെയ്താ ഇവിടെ സോറോ അവൻ കപ്പലില് അങ്ങനെ കൂർക്കം വലിച്ചുറങ്ങുമ്പോഴായിരിക്കും കപ്പലിൽ ആരൊക്കെയോ ചേർന്ന് റൗണ്ട് ചെയ്യുന്നതായിട്ട് അവർ ശ്രദ്ധിക്കുക. അവർ നൈസായിട്ട് ഒരു കത്തിയെടുത്ത് സോറയെ കൊല്ലാനായി അങ്ങനെ ആഞ്ഞു വെട്ടും. പക്ഷെ അപ്പോഴേക്ക് സോറോ അവന്റെ സ്ക്വാഡ് എടുത്ത് ഇപ്പൊ അവരെ തടയും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.